രവിയും ശ്രീയും പറയുന്നതെല്ലാം സാൻഡ്ര കേൾക്കാനിടയാകുന്നു. അങ്ങനെ സാൻഡ്രയ്ക്ക് മനസ്സിലാകുന്നു അത് ശ്രീലക്ഷ്മിയല്ല, കൺമണിയാണ്. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു റോങ് സിഗ്നൽ കിട്ടിയിരുന്നുവെന്നും ഇതുപോലൊരു ദിവസം ഉണ്ടാകുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഇതിപ്പോൾ സാറും ശ്രീലക്ഷ്മി മേഡവും എന്ന് പറഞ്ഞിട്ട് സാൻഡ്ര അല്ല, സാറും കൺമണിയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നും ഞാൻ സാറിൻ്റെ വെറുമൊരു ഓഫീസ് വൈസ് പ്രസിഡൻ്റ് ആണെന്നും കുടുംബകാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്നും ഞാനിപ്പോൾ ഇടപെട്ടത് എന്ന് വെച്ചാൽ അത് സാറിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ല, രാജനന്ദിനി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായ ശ്രീലക്ഷ്മി ആണെന്ന് കരുതി മാത്രമാണ്. എങ്കിലും വെറുമൊരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത് സാർ ഞാനിത്. ശ്രീലക്ഷ്മി മേഡം എവിടെയാണ്? ജീവനോടെ ഉണ്ടോ എന്ന് രവി സാറിനോട് സാൻഡ്ര ചോദിച്ചിട്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സാറിൻ്റെ കയ്യിലില്ല എന്ന് എനിക്കറിയാമെന്ന് സാൻഡ്ര തന്നെ പറയുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ കൺമണി ഇവിടേക്ക് വന്നതെന്നും എന്തായാലും സാറിൻ്റെയും കൺമണിയുടെയും പ്ലാനൊന്നും എനിക്ക് അറിയില്ല എന്നും അത് എന്തായാലും അങ്ങനെ തന്നെ പോവട്ടെ എന്നും സാൻഡ്ര പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങാൻ പോകുമ്പോൾ സാൻഡ്രയെ ശ്രീലക്ഷ്മി മേഡം എന്ന് വിളിക്കുന്നു. മേഡം പറഞ്ഞതും അറിഞ്ഞതുമെല്ലാം സത്യമാണ്. ഇനി ഇത് മേഡം വേറെ ആരോടെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതിന് രണ്ട് ഉദ്ദേശങ്ങളേ ഉള്ളൂ. ഞാൻ മേഡത്തിനോട് എല്ലാം പറയാം. അതിനുശേഷം കൺമണി സാൻഡ്രയോട് രവി സാറിനെ ഹസ്തനപുരിയിൽ വെച്ച് കണ്ടുമുട്ടിയ കാര്യങ്ങളും ദേവിയുടെയും കണ്ണൻ്റെയും കാര്യങ്ങളെല്ലാം പറയുന്നു. മകളെ മാലാഖയെ പോലെ നോക്കുന്ന ഒരച്ഛനു വേണ്ടിയും ദേവി ചേച്ചിക്ക് കാഴ്ച കിട്ടാനും വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന കാര്യം നടന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒരു സ്നേഹക്കൂട്ടിൽ ആയിപ്പോയി. എല്ലാവരെയും വിഷമിപ്പിച്ച് പോകാൻ എനിക്കൊരു മടി. പക്ഷേ ഞാൻ പോകും, ഉടനെ തന്നെ പോകും എന്ന് ശ്രീലക്ഷ്മി സാൻഡ്രയോട് പറയുന്നു. മറ്റൊരാളുടെ മേൽവിലാസത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊന്നും അധികം നാൾ വാഴില്ല. അതുകൊണ്ട് തന്നെ മേഡം ദയവ് ചെയ്ത് അതുവരെ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് കൺമണി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇതേ സമയം രവി സാറിൻ്റെ അടുത്ത് സാൻഡ്ര ചെന്നിട്ട് ചോദിക്കുന്നു, ഒരു ദിവസം ശ്രീലക്ഷ്മി മേഡം അപ്രതീക്ഷിതമായി കയറി വന്നാൽ ഇതെല്ലാം പൊളിയില്ലേ എന്ന്. മേഡത്തിനോട് ഇതൊക്കെ പറഞ്ഞാൽ മേഡത്തിന് മനസ്സിലാവുമോ? ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രവി സാറിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായി വരാൻ വേറൊരു ശ്രീലക്ഷ്മി ഇല്ല സാൻഡ്ര എന്ന് രവി സാറ് സാൻഡ്രയോട് പറയുന്നു. ഇപ്പോൾ നമ്മളുടെ കൺമുന്നിൽ നിന്നും പോയത് തന്നെയാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയും കൺമണിയും രണ്ടല്ല, ഒന്നാണ്. ഈ പറഞ്ഞതെല്ലാം എൻ്റെ വിശ്വാസങ്ങളാണ്. എൻ്റെ വിശ്വാസങ്ങളെയെല്ലാം സത്യമാക്കണം. ശ്രീലക്ഷ്മിയുടെ മനസ്സിൻ്റെ ഉള്ളറകളിലെവിടെയോ ഞങ്ങളുടെ പ്രണയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വന്ന കാര്യം കഴിഞ്ഞിട്ടും അവൾക്ക് തിരികെ പോകാൻ സാധിക്കാത്തത്. ഇതാണ് ശ്രീലക്ഷ്മി എന്ന് പറയാൻ മാത്രം അവളുമായി ബന്ധമുള്ള ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. അവളെ സ്നേഹിക്കുന്ന ഒരു മനസ്സും പിന്നെ കുറേ നല്ല ഓർമ്മകളും മാത്രമേ ഉള്ളൂ. സാൻഡ്ര ഫ്രീ ആകുന്ന സമയത്തെല്ലാം ഒന്ന് ശ്രീലക്ഷ്മിയെ ശ്രദ്ധിക്കണം. വേറൊന്നിനുമല്ല, ഒരു നേരത്തെ ചിന്തയ്ക്ക് അവൾ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയാൽ ഇനി ചിലപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് കേട്ട് സാൻഡ്ര പറയുന്നു, മനസ്സിലായി സാർ. സാറിന് ഇങ്ങനെയൊരു ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാനും ശ്രമിക്കാം. പക്ഷേ ആ ശ്രമത്തിനൊടുവിൽ ഇത് കൺമണിയാണെന്ന് മനസ്സിലായാൽ സാറ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സാൻഡ്ര രവി സാറിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് രവി സാറ് പറയുന്നു, അത് ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഇത് കേട്ട് സാൻഡ്ര പറയുന്നു, സാറിൻ്റെ ഇപ്പോഴുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മനക്കോട്ട കെട്ടരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ചിലപ്പോൾ ഓർമ്മ തിരികെ കിട്ടിയില്ലെങ്കിലും അവസ്ഥ ഒന്ന് തന്നെയാണ്. അവസാനം എല്ലാം കലങ്ങിത്തെളിയുമ്പോൾ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നു വീഴരുത്. വീണാൽ അതിനിടയിൽ കിടന്ന് സാറിന് ശ്വാസം കിട്ടാതെ വരരുത്. മുഴുവനായും ഹൃദയമർപ്പിച്ച് ഒരു പ്രണയം ഇപ്പോൾ ഉള്ള ആളോട് വേണ്ട. ശ്രീലക്ഷ്മി മേഡം ഇരുന്ന സ്ഥാനത്ത് വേറെ ഒരാളെ പ്രതിഷ്ഠിക്കണ്ട. മരണപ്പെടുന്നതിനേക്കാളും വേദന കയ്യെത്തും ദൂരത്ത് അകന്നു നിൽക്കുന്നതാണ് സാറെന്ന് സാൻഡ്ര രവി സാറിനോട് പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് സാൻഡ്ര പുറത്തേക്ക് പോകുന്നു. ഇതേ സമയം ശ്രീലക്ഷ്മി അപർണയോട് പറഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്നും
സൈൻ ചെയ്യാനുള്ള ഫയൽസ് എല്ലാം എൻ്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചാൽ മതിയെന്നും പറയുന്നു. ശ്രീലക്ഷ്മി ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് സാൻഡ്ര കാണാനിടയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവി ആരെയോ വിളിച്ചിട്ട് തൻ്റെ കാണാതെ പോയ ബാഗിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു ആ ബാഗിനുള്ളിൽ എന്ന് ദേവി പറയുമ്പോൾ ശ്രീലക്ഷ്മി പുറത്തുനിന്ന് ചോദിക്കുന്നു, ഇതായിരുന്നോ ആ വിലപ്പെട്ട സാധനമെന്ന്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ദേവിയെയാണ് കാണിക്കുന്നത്. ആ വള ശ്രീലക്ഷ്മി ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇത് കണ്ട് ദേവി ചോദിക്കുന്നു, ഇത് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന്. ആ, ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും ശ്രീലക്ഷ്മി പറയുന്നു. ഇത് കേട്ട് ദേവി പറയുന്നു, ഇത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് കേട്ട് ശ്രീലക്ഷ്മി പറയുന്നു, അതിലും പ്രധാനപ്പെട്ടതാണ് ഇതെനിക്ക്. ഇതിൻ്റെ വില എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. തുടർന്ന് ശ്രീലക്ഷ്മി രവി സാറ് ആ വള അണിയിച്ചു കൊടുത്ത ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ എന്നും ചേച്ചി എന്തിനാണ് ഈ വള എന്നിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചതെന്നും ഒന്നും ഒളിച്ചു വയ്ക്കാതെ എന്നോട് പറയണമെന്നും ശ്രീലക്ഷ്മി ദേവിയോട് പറയുന്നു. അന്ന് അപകടത്തിൽപ്പെട്ട മോളെ കണ്ടെത്തിയപ്പോൾ മോൾക്ക് പാതി ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് നീ കണ്ണു തുറക്കുമ്പോൾ നീ എന്നെ ചേച്ചിയെന്ന് വിളിച്ചു. എവിടെയുള്ളതാണെന്നോ ആരാണെന്നോ ഒന്നും തന്നെ നിനക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാൻ ചേച്ചിയാണെന്നും കണ്ണൻ അനിയനാണെന്നും തന്നെ നീ ഉറച്ചു വിശ്വസിച്ചു. പലപ്പോഴും ഞാൻ സത്യം പറയാൻ തുനിഞ്ഞതാണെന്നും അപ്പോഴേക്കും എല്ലാം കൊണ്ടും നീ എൻ്റെ അനിയത്തിയായി മാറിക്കഴിഞ്ഞുവെന്നും ഒരു നാട് മുഴുവനും അത് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മൗനം പാലിച്ചുവെന്നും അതാണ് സത്യമെന്നും ആദ്യം ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചുവെന്നും പിന്നീട് കണ്ണനെയും അതിനുശേഷം നാട്ടുകാരെയും പെട്ടെന്ന് തന്നെ നീ നീലഹസ്തിക്കാരുടെ പ്രിയപ്പെട്ടവളായി മാറി, പരോപകാരിയായി മാറി. ജീവിക്കാൻ ഗതിയില്ലാതിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നീ ജോലി ചെയ്തു തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്തി തരാമെന്ന് നീ വാക്ക് പറഞ്ഞു. ആ വാക്ക് ഞാൻ വിശ്വസിച്ചു. അന്നു മുതൽ നീ എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചു. അങ്ങനെ നീ എൻ്റെ സ്വന്തം അനിയത്തിയായി മാറി. കണ്ണിന് കാഴ്ചയില്ലാത്ത എനിക്ക് നീ എൻ്റെ കൺമണിയായി മാറി. നാട്ടുകാർ അതിനെ ചുരുക്കി കണ്ണമ്മയാക്കി മാറ്റി. നീ വന്നത് ഞങ്ങൾ വലിയ ഭാഗ്യമായി കണ്ടു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വലിയ ഭാഗ്യം നമ്മളെ തേടി വന്നത്. രവി സാർ എന്ന വലിയ മനുഷ്യൻ നീലഹസ്തിയിലേക്ക് വന്നതും നിന്നെ അപ്രതീക്ഷിതമായി കണ്ടതും സാറിൻ്റെ മുഖഛായ നിനക്കുണ്ടെന്ന് പറഞ്ഞതുമെല്ലാം ആ ഭാഗ്യമായിരുന്നു. അങ്ങനെ എൻ്റെ അനിയത്തിയായി തന്നെ നീ ഈ നാട്ടിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങളുണ്ടായി. ഈ വള നിന്നെ ഞാൻ കാണിക്കാത്തത് മനഃപൂർവ്വമായിരുന്നു മോളെ. ഇത് കണ്ടാൽ നിന്റെ പഴയ ജീവിതം നീ ഓർത്തെടുത്താൽ ഇപ്പോൾ ഞാനും മോളും കണ്ണനുമെല്ലാം അനുഭവിക്കുന്നത് എല്ലാം ഇല്ലാതെയാകും. അങ്ങനെ നീ ഈ വളയിലൂടെ ഓർമ്മകളെല്ലാം വീണ്ടെടുത്താൽ നിന്റെ അച്ഛനെ, അമ്മയെ, സഹോദരങ്ങളെ എല്ലാം ഓർത്തെടുത്താൽ കൺമണി എന്ന പെൺകുട്ടി ശ്രീലക്ഷ്മിയായി നീ അവരോടൊപ്പം പോകും. ആരെയും തിരിച്ചറിയാത്ത എൻ്റെ അനിയത്തിയായി നീ എന്നും എന്നോടൊപ്പം വേണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടിയാണ് മോളിൽ നിന്നും ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചത് എന്ന് ദേവി കൺമണിയോട് പറയുന്നു. ഇത് കണ്ടതോടുകൂടി മോൾക്ക് എല്ലാം ഓർമ്മ വന്ന് കാണുമല്ലേ? ഇനിയെങ്കിലും പറ, മോളുടെ ശരിക്കുമുള്ള പേരെന്താണ് എന്ന് ദേവി കൺമണിയോട് ചോദിക്കുന്നു. മോൾക്ക് പോകണമെങ്കിൽ അവരോടൊപ്പം പോകാമെന്നും ഞങ്ങൾ നീലഹസ്തിയിലേക്കും പോയിക്കോളാമെന്നൊക്കെ ദേവി ശ്രീലക്ഷ്മിയോട് പറയുന്നു. കാഴ്ച കിട്ടിയതുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാമല്ലോ എന്നും അതുതന്നെ അതിനെപ്പറ്റി ഓർത്ത് എനിക്കിപ്പോൾ പേടിയില്ല എന്നും ദേവി പറയുന്നു. നീ പോയാൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമാകുമെന്നും പക്ഷേ ഞങ്ങളെക്കാളും വിഷമം രവി സാറിനായിരിക്കുമെന്നും ദേവി പറയുന്നു. നീ പോകുന്നുവെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് ആ മനുഷ്യനായിരിക്കുമെന്നും എല്ലാം ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്നും എന്നായാലും തിരിച്ചു പോകേണ്ടവരല്ലേ നമ്മളെന്നും വേറെ ആരെപ്പറ്റിയും നമ്മൾ ഓർക്കണ്ട എന്നും ഇനിയെങ്കിലും നീ പറയ്, ഈ വള കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ എന്നും ദേവി ശ്രീലക്ഷ്മിയോട് ചോദിക്കുന്നു.
ഇത് കേട്ട് ശ്രീലക്ഷ്മി പറയുന്നു, അങ്ങനെ ഓർത്തെടുക്കാൻ മാത്രം ഞാനൊന്നും മറന്നിട്ടില്ല ദേവിയേച്ചി. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അപകടത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്താണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സ്വയം മാറുകയായിരുന്നുവെന്ന് ശ്രീലക്ഷ്മി പറയുന്നു. അപ്പോൾ നീ ആരാണ് എന്ന് ദേവി ശ്രീലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ശ്രീലക്ഷ്മി ആ സോഫയിലേക്ക് ഇരിക്കുന്നു. ഞാനാണ് മിസ്സിസ് ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ. ഇത് കേട്ട് ദേവി ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ അങ്ങനെ അബദ്ധം പറ്റി വന്നതല്ല ഈ നാട്ടിലേക്കെന്നും ഞാൻ ശരിക്കും സുദർശൻ്റെയും സരോജത്തിൻ്റെയും മകൾ ശ്രീലക്ഷ്മി തന്നെ ആണെന്നും രവിചന്ദ്രവർമ്മൻ്റെ ഭാര്യയാണെന്നും പറയുന്നു ശ്രീലക്ഷ്മി. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുന്ന ദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.